നമ്മളെല്ലാവരും ജീവിതത്തില് വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നവരാണല്ലേ? ചിലപ്പോ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാവാം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാനാവാം. പക്ഷെ എവിടെ തുടങ്ങണം? ആ യാത്രയിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് പ്ലാനിംഗ്. മാനേജ്മെന്റിന്റെ ഈ അടിസ്ഥാനപരമായ കലയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ശരിക്കും എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അത് പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഈയൊരു ചോദ്യത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. ശരി, പോകേണ്ട സ്ഥലം ഏതാണെന്ന് മനസ്സിലായി. അതുമാത്രം മതിയോ? പോരല്ലോ, അങ്ങോട്ടെങ്ങനെ എത്തുമെന്ന് കാണിക്കുന്നൊരു വഴി വേണ്ടേ? ഒരു മാപ്പ് പോലെ. ആ മാപ്പിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ 5 ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്ലാനിങ്ങിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും. നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് നമുക്കൊരു മാപ്പ്? അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്ലാനിംഗ്? കാരണം പ്ലാനിംഗ് എന്ന് പറയുന്നത് വെറുതെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല. അതൊരു ദിശാസൂചിയാണ്. നമുക്ക് എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ഐഡിയ തരുന്ന ഒന്ന്. വളരെ സിമ്പിളായി പറഞ്ഞാൽ പ്ലാനിംഗ് എന്നാൽ ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? പിന്നെ ആരാണത് ചെയ്യാൻ പോകുന്നത്? ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ കയ്യിലൊരു നല്ല പ്ലാനായി. ഈ ഒരു ആശയം എന്തൊരു ഭംഗിയായിട്ടാണ് ഈ വാക്കുകളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരിടമുണ്ട്, നമുക്ക് എത്തിച്ചേരേണ്ട മറ്റൊരിടവും. ഇതിനിടയിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പാലം, അതാണ് പ്ലാനിംഗ്. അപ്പോ പ്ലാനിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, അതെല്ലാവർക്കും ഒരു ഡയറക്ഷൻ കൊടുക്കും. ഇനി എന്ത് ചെയ്യണം എന്ന ടെൻഷൻ കുറയ്ക്കും. അതുപോലെ ആവശ്യമില്ലാത്ത ജോലികൾ ഒഴിവാക്കി സമയവും പണവും ലാഭിക്കാം. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലുള്ള കാര്യക്ഷമത കൂടും. ഓക്കേ, ഒരു പ്ലാൻ ഉണ്ടാക്കി, അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പോരാ, അതൊരു നല്ല പ്ലാനായിരിക്കണം. അപ്പോ എന്താണൊരു പ്ലാനിനെ നല്ലതാക്കുന്നത്? അതിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. നമുക്ക് നോക്കാം. ഒരു നല്ല പ്ലാനിന് 4 സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തേത്, അത് ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം, അതായത് ലക്ഷ്യബോധമുള്ളതായിരിക്കണം. രണ്ടാമത്തേത് പ്രൈമസി, മാനേജ്മെന്റിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും മുൻപ് വരേണ്ട ഒന്നാണ് പ്ലാനിംഗ്. മൂന്നാമത്തേത് പെർവേസീവ്, ഇത് വലിയ മാനേജർമാർക്ക് മാത്രമല്ല, ഒരു സ്ഥാപനത്തിലെ എല്ലാ തലത്തിലുള്ളവർക്കും വേണ്ട ഒന്നാണ്. അവസാനം ഇന്റലക്ച്വൽ പ്രോസസ്, ഇതൊരു വെറും എഴുത്തും കുത്തുമല്ല, നന്നായി തലപുകഞ്ഞാലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു നല്ല പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്നറിയുമോ? അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉറച്ച ഒന്നായിരിക്കരുത്. സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് മാറാൻ കഴിയണം. അങ്ങനെയുള്ള പ്ലാനുകൾ മാത്രമേ അവസാനം വിജയിക്കുകയുള്ളൂ. ഓക്കെ, തിയറിയൊക്കെ നമുക്ക് തൽക്കാലം നിർത്താം. ഇനി എങ്ങനെയാണ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ. ഇതാണ് അതിന്റെ ബ്ലൂ പ്രിന്റ്. ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചിട്ടയായ പ്രക്രിയയാണ്. ഈ കാണുന്ന ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ചു നോക്കൂ. അവസരങ്ങൾ കണ്ടെത്തുന്നത് മുതൽ ആ പ്ലാൻ നടപ്പിലാക്കുന്നത് വരെയുള്ള ഓരോ സ്റ്റെപ്പും ഇതിലെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. നമുക്കിതിലെ ഓരോന്നെന്താണെന്ന് നോക്കാം. ഇതൊരു യാത്ര പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചുറ്റുമൊന്ന് നോക്കുന്നു. അതാണ് അവസരങ്ങൾ കണ്ടെത്തൽ. പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അതാണ് ലക്ഷ്യങ്ങൾ. പിന്നീട് അങ്ങോട്ട് പോകാൻ ഒന്നിലധികം വഴികളുണ്ടാകാം. അതിൽ ഏറ്റവും നല്ല വഴി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് ആ യാത്ര തുടങ്ങുന്നു. വളരെ ലോജിക്കലായ ഒരു പ്രോസസ്സാണിത്. എല്ലാ അസുഖത്തിനും ഒരേ മരുന്ന് പറ്റില്ലല്ലോ. അതുപോലെയാണ് പ്ലാനിങ്ങും. എല്ലാ സാഹചര്യങ്ങൾക്കും ഒരേപോലത്തെ പ്ലാൻ പറ്റില്ല. ലക്ഷ്യവും സമയവും അനുസരിച്ച് പ്ലാനുകൾ പലതരത്തിലുണ്ട്. സാധാരണയായി ഒരു കമ്പനിയിൽ 3 തരം പ്ലാനുകളാണ് ഉണ്ടാവുക. ഏറ്റവും മുകളിലുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ടാക്കുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാൻ. അതായത് ഒരു 5-10 വർഷം കഴിഞ്ഞ് കമ്പനി എവിടെ ആയിരിക്കണം എന്നൊക്കെയുള്ള വലിയ ചിത്രം. മിഡിൽ ലെവൽ മാനേജർമാർ ഉണ്ടാക്കുന്നതാണ് ടാക്ടിക്കൽ പ്ലാനുകൾ. അതൊരു 1-2 വർഷത്തേക്കുള്ളതായിരിക്കും. ഏറ്റവും താഴെ ദിവസേനയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഓപ്പറേഷണൽ പ്ലാൻ. ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ കാണാം. ദീർഘകാല പ്ലാൻ, അതായത് ലോങ് ടേം പ്ലാൻ, ഒരു ടെലിസ്കോപ്പ് വെച്ച് നോക്കുന്നത് പോലെയാണ് ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കാണാൻ. എന്നാൽ ഹ്രസ്വകാല, അതായത് ഷോർട്ട് ടേം പ്ലാനോ, അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡയറി പോലെയാണ്. ഇന്നെന്ത് ചെയ്യണം, ഈ ആഴ്ച എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ. ആ വലിയ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഈ ചെറിയ സ്റ്റെപ്പുകൾ കൃത്യമായിരിക്കണം. ശരി, നിങ്ങളുടെ കയ്യിലൊരു പ്ലാനുണ്ട്. പക്ഷേ അത് വെറും കടലാസിലൊതുങ്ങാതെ ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വെറും ഊഹങ്ങളുടെ പുറത്ത് പ്ലാൻ ഉണ്ടാക്കരുത്. ഫാക്ട്സ്, ഡേറ്റ, കൃത്യമായ വിവരങ്ങൾ ഇതാണ് ഒരു നല്ല പ്ലാനിന്റെ അടിത്തറ. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ പ്ലാൻ പെട്ടെന്ന് പൊളിഞ്ഞു വീഴും. നിങ്ങളൊരു മാനേജറാണെങ്കിൽ ഒറ്റയ്ക്കൊരു മുറിയിൽ അടച്ചിരുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകൊടുക്കരുത്. ആ പ്ലാൻ നടപ്പിലാക്കേണ്ട ആളുകളുണ്ടല്ലോ, അവരെയും ഈ പ്രോസസ്സിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ മാത്രമേ അവർക്കതൊരു നമ്മുടെ പ്ലാനായി തോന്നുകയുള്ളൂ. പിന്നെ ഒരു പ്ലാൻ വിജയിക്കാനുള്ള ചില പൊടിക്കൈകൾ കൂടിയുണ്ട്. ഒന്ന്, എപ്പോഴും പുറത്തേക്ക് ഒരു കണ്ണ് വേണം. മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, എതിരാളികൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയണം. 2, നിങ്ങളുടെ ടീമിനെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം, പ്ലാൻ സിമ്പിളാക്കുക. കോംപ്ലിക്കേറ്റഡ് പ്ലാനുകൾ ആരും ഫോളോ ചെയ്യില്ല. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമല്ല. അത് ചിതറിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഒരുമിപ്പിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വ്യക്തമായ ഒരു വഴി കാണിച്ചു തരുന്ന ഒരു ബോധപൂർവമായ പ്രക്രിയയാണ്. ഓക്കേ, ഇപ്പോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. കയ്യിലൊരു ഗംഭീര പ്ലാനുമുണ്ട്. എല്ലാം സെറ്റാണ്. പക്ഷേ എന്നിട്ടും ഈ പ്ലാൻ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്ലാനിങ്ങിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റെന്തോ ഒന്ന് കൂടിയില്ലേ? എന്തായിരിക്കും അത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.